ഓക്കെ, അങ്ങനെ നമ്മുടെ അടുത്ത ദിവസം തുടങ്ങുകയായി. അടുത്ത ദിവസം മാത്രമല്ല, അടുത്ത യാത്രയും തുടങ്ങുകയായി. ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ കിടന്ന് ഓരോ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് 30 ദിവസം 30 സ്ഥലം 30 യാത്രകൾ. എങ്ങനെയുണ്ട്? നല്ല ഇതല്ലേ? അപ്പം ഇപ്പോൾ ഉള്ളത് അറിയാലോ, ഇപ്പോൾ ഇസ്മീറിലാണ്. ഇപ്പം നമ്മൾ പോകുന്നത് പമുക്കലെ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. പമുക്കല എന്ന് വെച്ചാൽ അവിടെ നാച്ചുറലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. വേൾഡ് വൈഡ് ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ. എനിവേ, താങ്ക് യു ബ്രോ, താങ്ക് യു. യാ, ഇൻഷാല്ലാ. ഓക്കെ, അവർ ഹോട്ടലിലെ സ്റ്റാഫുകളാണ്. അപ്പോൾ ഞാനങ്ങനെ കമ്പനിയൊക്കെ എടുത്തോട്ടോ. നമുക്ക് ഇവിടുന്ന് പമുക്കല 180 കിലോമീറ്ററാണ്. പക്ഷേ അതിനുള്ളിൽ നമുക്കൊരു കീ മ്യൂസിയം ഉണ്ട് പോകുന്ന വഴിക്ക്. ഇവിടെ കൊണ്ട് 39 കിലോമീറ്ററാണ് കീ മ്യൂസിയത്തിലേക്ക് ലെങ്ത് കാണിക്കുന്നത്. നമുക്ക് ആദ്യം കീ മ്യൂസിയം പോകാം. വണ്ടിയെല്ലാം സെറ്റാണ്, ഓൾ സെറ്റ്, എല്ലാം ചെക്ക് ചെയ്തു. പോവാം നേരെ പമുക്കല. ഈ ട്രക്കുകാരൻ ഇപ്പം എന്നെ തെറിവരുണ്ടായിരുന്നു. ഞാൻ റെഡ് ലൈൻ ക്രോസ് ചെയ്തു. പക്ഷേ അവനെ ഫ്രണ്ടിൽ ഇന്ത്യൻ്റെ ഫ്ലാഗ് കണ്ടിട്ടുണ്ട്. ആട് പോയി. സീരിയസ്ലി അവനെന്നെ തെറി പറയാൻ വേണ്ടി വേഗത്തിൽ ചേസ് ചെയ്ത് പിടിച്ച് മുമ്പിൽ കൊണ്ടുവച്ചു. തിരിച്ചു നോക്കുമ്പോൾ അവിടെ ഇന്ത്യൻ ഫ്ലാഗ്. അപ്പോൾ ഒഴിവാക്കി. സംഭവം ഇന്ത്യൻ്റെ ഫ്ലാഗാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേങ്കിൽ തുർക്കി ഫ്ലാഗ് അല്ലേ, വേറെ ഏതൊരു രാജ്യത്തിൻ്റെ ഫ്ലാഗ് കണ്ടപ്പോൾ അവന് മനസ്സിലായി ടൂറിസ്റ്റ് ആണെന്നുള്ളത്. അത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് റെഡ് ലൈൻ വരും. അപ്പോൾ അത് പെട്ടെന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് വേഗം മനസ്സിലാവും. പക്ഷേ നമ്മൾ പെട്ടെന്ന് വന്ന് കയറുമ്പോൾ നമുക്കത് ഐഡിയ കാണില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പോകുന്നു, ഇതാ ഇവിടെ ലൈറ്റൊന്നും ഇല്ല, പെട്ടെന്ന് ഇവിടെ റെഡ് ലൈറ്റ് ഉണ്ടാവും. നമ്മൾ ഇസ്മീർ സിറ്റിയിൽ നിന്ന് പുറത്തേക്കൊക്കെ പോകുന്നത്. സിറ്റിയിൽ നിന്ന് പുറത്ത് പോകണം ഇനി കുറേ ടൈം കൊടുക്കുന്ന എനിക്ക് തോന്നുന്നു. കാരണം ഈ കാണുന്ന മുഴുവനും സിറ്റിയാണ്. ഇവിടുത്തെ ഒരു ട്രാഫിക്കിൻ്റെ സിസ്റ്റം കാണിച്ചിടാം. ഇപ്പോൾ ഇവിടുന്ന് വാഹനങ്ങൾ ഇടത്തോട്ട് പോകുന്നുണ്ടോ? ഈ ലൈനിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഇടത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതുവഴി ഒരു റോഡ് ക്രിയേറ്റ് ചെയ്യും. ഇതിങ്ങനെ. അപ്പോൾ ഇവർ വലത് സൈഡ് ഈ റോഡിലേക്ക് കൂടി വന്നിട്ട് ഇവിടെ നിന്നാണ് ഇവർ ലെഫ്റ്റ് സൈഡ് പോകേണ്ടത്. സാധാരണ നമ്മുടെ നാട്ടിലാണ് എന്ത് ചെയ്യാം, ഈ റോഡ് വഴി ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചിടണം കേട്ടോ. ഈ വാഹനങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വലതു ഭാഗത്തിൽ. ഇതൊക്കെ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകാനുള്ള വാഹനങ്ങളാണ്. അത് നല്ലൊരു കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇടത്ത് വശത്തൊരു ട്രാഫിക്കിൽ നിന്ന് വരുന്ന ഫീൽ ഉണ്ടാവും. റോഡും ബ്ലോക്ക് ആവില്ല. ഈ സൈഡ് അങ്ങനെ ഫ്രീ വേ ഒഴിവായി കിട്ടുകയും ചെയ്യും. എനിക്ക് ഒരു തവണ അവിടെ നിന്ന് പറ്റി. ഞാൻ ഒരു തവണ ലെഫ്റ്റ് പോകാൻ വേണ്ടിയിട്ട് ഈ ലെഫ്റ്റ് ട്രാക്ക് കീപ്പ് ചെയ്തു. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായത് അതുവഴിയാണ് പോകേണ്ടതെന്നുള്ളത്. ഓരോ രാജ്യങ്ങളിലും ട്രാഫിക്കിൻ്റെ സംസ്കാരം മാറ്റാം കേട്ടോ, സ്റ്റൈലെല്ലാം മാറ്റാം. ഇന്ന് ശനിയാഴ്ചയാണ്, കർഫ്യൂ ഡേ ആണ്. പക്ഷേ ഇവിടെ ആൾക്കാരൊക്കെ പുറത്തുണ്ട്. ഇസ്താംബൂളിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ഇങ്ങോട്ടേക്ക് സ്ട്രോങ് ഇല്ലാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ എങ്കിൽ ഇങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ആൾക്കാരൊക്കെ പുറത്തുണ്ട്. ഓക്കെ, ഹൈവേ എന്നൊരു ഡിവേഷൻ എടുക്കലാണ്. നമുക്ക് ഇതിലേക്കൂടി പോയി നോക്കാം. ഇത് ഒരു വില്ലേജിലേക്കൂടി പോകുന്ന വഴിയാണ്. ഹൈവേ വഴി പോയി കഴിഞ്ഞാൽ സ്ഥിരം കാഴ്ചയാണ് തന്നെ ഉള്ളത്. അപ്പോൾ ഒന്ന് മാറ്റിപ്പിടിക്കാൻ വേണ്ടി ഞാൻ വില്ലേജിലേക്ക് കയറുത്. കാരണം വില്ലേജിലേക്കൂടി പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കിട്ടും. അതിന് മുമ്പ് വിൻഷീൽഡൊക്കെ ഒന്ന് തുടക്കട്ടെ. ആദ്യം ഫുള്ള് മറ്റേ പ്രാണിയുണ്ട് ഇതിൽ, ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റില്ല. ഓക്കെ, വീടുകളാണ്. പിന്നെ അതുപോലെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ പതാക നമുക്കിങ്ങനെ ഉയർത്താനോ അല്ല വെക്കാനോ ഒന്നും പാടില്ല. നമുക്കതിന് ഒരു ആഗസ്റ്റ് 15 അങ്ങനെയൊക്കെ മാത്രം നമുക്ക് പാടുള്ളൂ അല്ലേ. പക്ഷേ ഇവിടെ അല്ല, പല രാജ്യത്തും പോയി കഴിഞ്ഞാൽ അവരുടെ പതാക അവർക്ക് എന്ത് ചെയ്യും, അവിടെ വീടുകളിലൊക്കെ അവർക്ക് പ്രദർശിപ്പിക്കാം കേട്ടോ. അതേപോലെ നിയമപരമായിട്ട് അവർക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ല. ഈ ഇടതുവശത്ത് കാണുന്നൊരു ഫാമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അവിടെ എൻട്രൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിപ്പട്ടികൾ. തുർക്കി എന്ന് പറയുന്നത് ഇവരെ പട്ടികൾക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും വീടുകളിൽ പട്ടികളൊക്കെ വളർത്തുന്നുണ്ട്. ഇത് റെയിൽവേ സ്റ്റേഷനാണ് ഈ വലതുവശത്ത് കാണുന്നത്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലേക്ക് കേട്ടോ പോണത്. ഇത് ട്രെയിനാണ്. പക്ഷേ ഞങ്ങൾ നിർത്തിയിട്ടതാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ട്രെയിൻ വർക്ക് ചെയ്യുന്ന, അല്ലാണ്ട് റെയിൽവേ സ്റ്റേഷനല്ല, ട്രെയിൻ സർവീസ് ചെയ്യുന്ന സ്ഥലത്തോളം. അതിൻ്റെ യാർഡ് കണ്ടോ.
ചെമ്മരിയാടല്ല, സാധാ ആടുകളാണ്. ഇത് ആടിനെ നോക്കാനൊരു പട്ടിയുണ്ട്. ആടുകൾ പോട്ടെ, ആ പട്ടി നോക്കിയേ. ചെമ്മരിയാടും ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഒക്കെ കഴുത്തി കണ്ടോ, ഒരു പ്രത്യേക തരത്തിലുള്ള മഴയൊക്കെ ഇട്ടിട്ട്. ഹലോ ഹലോ ഗൈസ്, ഹലോ മോനെ. വാലൈക്കും അസ്സലാം. ഇവിടെ ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ട് ഈ വശമുണ്ട് ഇവിടെ ഇങ്ങനെ. നമുക്ക് ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൂടെ പോകുന്നത് നല്ലത് അല്ലേ? കാരണം ഒരുപാട് കാഴ്ചകളാണ്. ഇതൊക്കെ ഈ വീഡിയോ കാണുന്ന നിങ്ങളോടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ മനുഷ്യൻ, ഈ ആദം മാർക്കറ്റ്, ഈ മനുഷ്യനെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാണുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ഈ ഭൂമി വലുതാണ്, ആ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനത്, ആ മനുഷ്യൻ്റെ ഷോപ്പ് അത്. ആ ഷോപ്പ് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും കാണുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാനും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ട്രാവൽ വീഡിയോസിന് ആൾക്കാർ കുറവാണ്. പക്ഷേങ്കിലേ കാണുന്ന ആൾക്കാരൊക്കെ ഭാഗ്യമുള്ള ആൾക്കാർ. അവർക്കൊന്നുമില്ലെങ്കിൽ ആ ചെറിയ സ്ക്രീനിലേക്ക് കൂടി ഇതേപോലെ ഒരുപാട് മനുഷ്യരെ കാണാനുള്ള അവസരമുണ്ട്. എനിക്കതിനുള്ള ഭാഗ്യമുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടില്ല ഓരോ സ്ഥലങ്ങൾ. അത്രേ എനിക്ക് വേണ്ടു. അതിപ്പോൾ 1,00,000 ആൾക്കാർ കണ്ടാലും 1000 ആൾക്കാർ കണ്ടാലും 100 ആൾക്കാർ കണ്ടാലും അതൊരു ഭാഗ്യമാണ്. നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാൻ നമുക്ക് ചാൻസ് കിട്ടുമെന്ന് പറയുമ്പോൾ. ഇവിടെ വെള്ളം പോകുന്ന ഒരു കനാലാണ്, പക്ഷെ വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് ഈ അങ്ങനെയുള്ള ഏരിയ ആണെന്ന് തോന്നുന്നത്, കച്ചറയൊക്കെ ഇടുന്നത്. ഇതൊക്കെ പാടങ്ങളാണ്, പക്ഷെ ഇവിടെ പച്ച മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും കൃഷിയൊന്നും കാണുന്നില്ല. ചിലപ്പോൾ കൃഷി ഇടുന്നതായിരിക്കും. ഇപ്പം മഞ്ഞുകാലം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, വിൻ്റർ സീസൺ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഈ വർഷമൊക്കെ ഉണങ്ങിയിട്ടുള്ളത് ഒന്നുമില്ല ഇവിടെ. പിന്നെ ഈ മരം ഞാൻ കഴിഞ്ഞൊരു ആ ഒരു ട്രോയിൻ്റെ വീഡിയോയിൽ പറഞ്ഞു, ഈ മരം ഏതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ആ വിസിൽ പോലത്തെ സൗണ്ട് കേൾക്കുന്നില്ല നിങ്ങൾ? അതിൻ്റെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഹെൽമെറ്റിൻ്റെ മുകളിലത്തെ ആ സംഭവം ഞാൻ അയച്ചു വെച്ചു, ടക്കടക്ക അടിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം സൗണ്ട് വരാൻ തുടങ്ങി, എയർ വിൻഡിൻ്റെ. എന്താ റോഡ്, രണ്ട് സൈഡ്, എന്താ റോഡ് നോക്കിയേ, രണ്ട് സൈഡും പച്ചപ്പ്. ഇതും കുറച്ച് മുമ്പോട്ടെത്തി ചെറിയൊരു വില്ലേജാണ്. പക്ഷേ വില്ലേജ് നോക്കുമ്പോൾ ഈ ഓല മേഞ്ഞ വീടുകളൊന്നും പ്രതീക്ഷിക്കണ്ട. എല്ലാത്തിനും അറ്റ്ലീസ്റ്റ് ഓടെങ്കിലുണ്ട്, കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് കേട്ടോ, ഒരു കടയാണ്, ചെറിയ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ ചെറിയൊരു പാർക്കുണ്ട്, ഇരിക്കാവുന്ന സ്ഥലങ്ങൾ വേറെ ഒന്നുമില്ല. കാരണം അതിൻ്റെ പുറകിൽ പള്ളിയുണ്ട്. എനിക്കൊന്ന് പള്ളിയുമായി ബന്ധപ്പെട്ടതായിരിക്കാം. ഇവിടെ ആദ്യം കൃഷിക്കാരും പിന്നെ ഈ പശു ഒരുപാടുണ്ട് കേട്ടോ. പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ഒരുപാടുണ്ട്. ചെറിയൊരു മീൻ മാർക്കറ്റ്, നമ്മൾ മീൻ മാർക്കറ്റ് അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ സ്റ്റോപ്പ് ചെയ്യാത്തത്, എനിക്ക് ഒരുപാട് ദൂരം എത്താനുണ്ട് വൈകുന്നേരത്തിനുള്ളിൽ. അതിനുള്ളിൽ എനിക്ക് 2 സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇപ്പം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു ഒരു വായിക്കുള്ളതൊരു സ്ഥലമുണ്ട്, ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ്. അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുണ്ട്. ഓക്കെ ഓക്കെ. ഈ പാലം നമ്മളിപ്പോൾ കയറുന്നില്ലേ, എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പാലത്തിൻ്റെ നേരെ താഴെയുള്ളത് ഹൈവേ ആണ്.
ഞാൻ നേരത്തെ ഫസ്റ്റ് വന്നൊരു ഹൈവേ ഇല്ല, ആ ഹൈവേയാണ് താഴെയുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈവേ കട്ട് ചെയ്തിട്ട്, കാരണം ഹൈവേയിലേക്കൂടെ ഒന്നുമില്ല, ഇങ്ങനെ നോക്കുക, റോഡ് നോക്കുക, ഓടിക്കുക, ഒരു കാഴ്ചയില്ല, ഒന്നുമില്ല, ഇങ്ങനെ പോകാനേ പറ്റും. അപ്പോൾ അതിനും പേരെന്താ ഇങ്ങനത്തെ റോഡിലേക്കൂടെ കയറിയാൽ നമുക്ക് നല്ല വില്ലേജിൽ എക്സ്പ്ലോർ ചെയ്ത് കറങ്ങി അടിച്ച് പോവാം. ഓക്കെ, ഞാനിപ്പോൾ ഉള്ള ഒരു ഏരിയ കാണിച്ചിടാം. ഭയങ്കര വിജനമായ ഒരു ഏരിയ ആണ്. ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒന്ന്, ഇവിടുത്തെ മണ്ണ് കണ്ടോ നിങ്ങൾ? ഈ തുർക്കിയിലാൻ കയറിന് ശേഷം ഇങ്ങോട്ടേക്ക് ഭയങ്കര കളർഫുൾ മണ്ണ് കേട്ടോ ഇങ്ങോട്ടേക്കൊക്കെ. അപ്പം നല്ലൊരു എന്താ പറയുക, നല്ല അടിപൊളി ഒരു വ്യൂവും കൂടി ഇങ്ങോട്ട് കണ്ടു. അതെടുത്ത് കയറി ഹൈവേന്. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കണ്ടോ, കാണിച്ചിടാം. ഹിൽ റോഡാണ്, കുന്നർക്കാണ്, കളി വെക്കുന്ന റോഡാണ്, ഡേഞ്ചറാണ്. പിന്നെ ആരുമില്ല, വിജനമായ റോഡാണ്. അപ്പം കള്ളന്മാരൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് എസ്കേപ്പ് ആകാൻ പറ്റില്ല. പിന്നെ ഈ വണ്ടീൻ്റെ മുകളിൽ എനിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ മുകളിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. ഇപ്പോൾ ഒരു കാറ് വന്ന് ക്രോസിനിട്ടാലും ആ ഹില്ലിറക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വിശ്വാസം എനിക്കുണ്ട്. ഏത് വഴിയെങ്കിലും ഞാനങ്ങ് എത്തിക്കും വണ്ടി. അയ്യവാ, അടിപൊളി റോഡ് കേട്ടോ, അടിപൊളി റോഡ് മീൻസ് ഇതാണ് ഞാൻ എൻ്റെ ഭാഷയിൽ അടിപൊളി റോഡ്. ഓഫ് റോഡ് ഇളകി കിടക്കുന്ന മണ്ണാണ്, നല്ലോണം ഇളകുന്നുണ്ട്. പക്ഷേ ഇത് വണ്ടി നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ബ്രേക്കിനുള്ള കാലൊന്നും വെക്കുന്നില്ല, ഒരു മീഡിയം സ്പീഡിൽ അങ്ങ് പോകുന്നില്ല. ബ്രേക്ക് ആടുമ്പോൾ മാത്രം ഇളകി കിടക്കുന്ന മണ്ണെല്ലാം കുഴപ്പം വരും. ഇതൊക്കെ വില്ലേജ് ഏരിയ ആണ്. ആരുമില്ല കേട്ടോ, മനുഷ്യന്മാരൊന്നും പുറത്തില്ല ഇവിടെ. കുഞ്ഞു വില്ലേജാണ്. പക്ഷെങ്കിൽ എത്ര ചെറിയ വില്ലേജ് ആയാലും അവിടെ നല്ല വൃത്തിയുള്ളത് ഇതേപോലത്തെ പള്ളികളുണ്ടാവും. ബൗവോ അല്ല, മാറിപ്പോയി. ആരുമില്ല, ഞാനേ ഉള്ളൂ. ഏതു ദേശമാകിലും ഏതു ദേശമേകിലും അമ്മ തന്നെ അമ്മിഞ്ഞപ്പാലിൻ്റെ മാധുര്യം കാത്തിടേണമേ. കേട്ടല്ലോ, ഉമ്മാനെ മറക്കാൻ പാടില്ല. ഓലത്തുമ്പത്തിരുന്നു എല്ലാരും ചെല്ലപ്പൈങ്കിളി, നിന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി, വെള്ളം കോരി കുടിപ്പിച്ചു കിന്നരിച്ചു മരിച്ചയ്യ, നിന്നെ മാറിക്കോളും ചൊല്ലി നാവേറരുതേ, കണ്ടു കണ്ണേറരുതേ, പിള്ളദോഷം കളയാൻ 100 പുള്ളൂർ കുടമേഹോ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഏരിയ. ഒരു മനുഷ്യനില്ല, എന്നാൽ പിന്നെ എൻ്റെ പേരിൽ എഴുതി തന്ന പോരെ. പശുത്തൊഴുത്ത്. നല്ല മണം, പശുവിൻ്റെ മണം. കുറച്ചപ്പുറം മഞ്ഞുമലയൊക്കെ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടേക്കുള്ള റൂട്ടിൽ ഫുള്ള് തണുപ്പാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കൺഫേം അല്ല, പോയാൽ മനസ്സിലാവും. ഓക്കെ ഇവിടുന്ന് ലെഫ്റ്റാണ്. ഈ വില്ലേജുകളുണ്ടോ, ഇവിടെ കണ്ട ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കുട്ടികൾ കളിക്കാനല്ല.
നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് വന്ന്. ഓ, ഇവിടുത്തെ വില്ലേജ് ബ്യൂട്ടീസ്. ഹായ് വില്ലേജ് ബ്യൂട്ടീസ്. അമ്മച്ചിയൊക്കെ വടിയൊക്കെ എടുത്ത് സൈഡാക്കിയിട്ട് സംസാരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരൊക്കെ കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി നേരിട്ടിട്ട്. അത്ര തന്നെ. എല്ലാവരും സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന നോക്കിയേ. ആട്, മാട്. ഇവിടെ ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഓപ്പൺ ആവണം, നമുക്ക് പോവാം, പ്രശ്നമില്ല. ട്രെയിനൊന്നും വരലുണ്ടോ? ആ, ഉണ്ട് കേട്ടോ. അങ്ങനെ കീ മ്യൂസിയം എത്തി. ഇതാണ് കീ മ്യൂസിയം. ഇത് ഞാൻ ശരിക്കും ഗൂഗിളിൽ നോക്കിയിട്ടാണ് സ്ഥലം പഠിച്ചത്, എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം നോക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് വിൻറ്റേജ് കാർസിനൊക്കെ കളക്ഷൻസൊക്കെ കണ്ടു. അങ്ങനെയാണ് എന്നാൽ പിന്നെ ഒന്ന് കയറി നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് വന്നത്. അത് നോക്കട്ടെ എൻട്രി ഉണ്ടോന്ന്. കാരണം ഇത് ഇവിടെ പ്രത്യേകിച്ച് ഓപ്പൺ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കാണുന്നില്ല. ഒന്ന് നോക്കട്ടെ. ശശിയായാലും കൂടി വന്നിട്ട് സെക്യൂരിറ്റിയുടെ അടുത്ത് പോയി ചോദിച്ചിട്ടാ നല്ലത്, കാരണം ശശിയായി പോവും. പക്ഷെ ഇത് ഉള്ള ഏരിയയാണ്, ഒരു മനുഷ്യൻ പോലും ഇടില്ല. നോക്കിയേ, ഇതെനിക്ക് തോന്നുന്നു ഈ ഫാക്ടറി ഏരിയ അങ്ങനെ എന്താ തോന്നുന്നത്. ഒരു മനുഷ്യൻ പോലും ഇവിടെ ഇല്ല. Museum not open? In front of in my friend here. See you? Yeah. But I... Here. Front of the entrance. Okay. In right of the park. Okay. അവിടെ ആരോ നിൽക്കുന്നുണ്ട്.
വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.